നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ലക്ഷ്മി. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡിയെക്കുറിച്ചും അതിൻ്റെ കുറവ് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരത്തിനെക്കുറിച്ചുമാണ്. മനുഷ്യ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ഇത് ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അതായത് ഒരു 80% ഉണ്ടാവുന്നത് സൂര്യരശ്മികളുടെ സഹായത്തോടെയാണ്. സൂര്യരശ്മികൾ നമ്മുടെ തൊലിയിൽ താഴെയുള്ള കൊഴുപ്പിനെ വൈറ്റമിൻ ഡി ആക്കി മാറ്റുന്നു. ഈ വൈറ്റമിൻ ഡി കരളിലോട്ടും വൃക്കയിലോട്ടും പോയതിന് ശേഷം അതിൻ്റെ പ്രവർത്തനക്ഷമമായ രൂപത്തിലേക്ക്, അതായത് ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ആയിട്ട് മാറുന്നു. എന്നിട്ടാണ് അത് ശരീരത്തിൽ അതിൻ്റെ ധർമ്മങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി, അതായത് ഒരു 20% ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. എന്തൊക്കെ ആഹാരങ്ങളിലാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത്? പ്രധാനമായിട്ടും എണ്ണയുള്ള മത്സ്യങ്ങൾ, അതായത് മത്തി, അയല, പിന്നെ മത്സ്യ എണ്ണകൾ, കൂണ്, പയറുവർഗ്ഗങ്ങൾ, ഓറഞ്ച്, മീൻ കട്ടി, അതായത് വെണ്ണ, പിന്നെ തൈര് തുടങ്ങിയ ആഹാരങ്ങളിലാണ് ഓറഞ്ച്. ഇതിലൊക്കെയാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ ഡിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ശരീരത്തിലെ മാംസപേശികൾ, എല്ലുകൾ, സന്ധികളിൽ ഇവയുടെയൊക്കെ ആരോഗ്യം, പ്രവർത്തനം ഒക്കെ നോക്കുന്നത് കാൽഷ്യമാണ്. കാൽഷ്യത്തിൻ്റെ ആഗിരണത്തിന്, അല്ലെങ്കിൽ കാൽഷ്യത്തിനെ രക്തത്തിലോട്ട് വലിച്ചെടുക്കാനായിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. പിന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനം, നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനായിട്ട്, ക്യാൻസറിൻ്റെ പ്രതിരോധം, ഇതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ മറ്റ് ധർമ്മങ്ങൾ. വൈറ്റമിൻ ഡിയുടെ ശരീരത്തിലെ നോർമൽ അളവ് എത്രയാണ്? 30 നാനോഗ്രാം/ml താഴെ പോയി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാം. 30 മുതൽ 100 വരെയാണ് നോർമലായിട്ട് പറയുന്ന അളവ്. അതിൽ തന്നെ 40 മുതൽ 59 വരെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അളവാണ്. 100 നാനോഗ്രാം/ml കൂടിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി അമിതമായി, അല്ലെങ്കിൽ എക്സസ് ആയെന്ന് നമുക്ക് പറയാം. പക്ഷേ അത് വളരെ അപൂർവമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത്? പ്രധാനമായിട്ടും വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ്. രണ്ടാമത്, വെയിൽ കൊണ്ടു കഴിഞ്ഞാലും അമിതമായിട്ടുള്ള സൺസ്ക്രീനിൻ്റെ ഉപയോഗം കാരണം വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാം. 3, വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരം കഴിക്കുന്നത് കുറയുക, അല്ലെങ്കിൽ അങ്ങനത്തെ ആഹാരം കഴിക്കാതിരിക്കുന്നത്. 4, ദഹനേന്ദ്രിയത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ കുടലിൽ നിന്ന്, വയറിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റാതെ പോകുന്നു. പിന്നീട് വരുന്നത് കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങളുടെ അസുഖങ്ങൾ കാരണമാണ്. വൈറ്റമിൻ ഡിയുടെ ആക്റ്റീവ് ഫോം, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായ രൂപത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ കരൾ, വൃക്കയുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഈ അവയവങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അമിതവണ്ണത്തിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്, അതായത് കുറച്ച് കുടലോ വയറോ ഒക്കെ കുറച്ച് റിമൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടാവും ശരീരത്തിൽ. പിന്നെ വരുന്നത് സസ്യാഹാരം കഴിക്കുന്ന ആൾക്കാരിൽ. സസ്യാഹാരം കഴിക്കുന്നവരിലും മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ, ഇവർക്കെന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ അളവ് സാധാരണയിലും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഡോക്ടേഴ്സ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ആ നിർദ്ദേശം കേട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുക. പിന്നെ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ? പ്രധാനമായിട്ടും മാംസപേശികളിലുണ്ടാകുന്ന വേദന. നമ്മുടെ ശരീരത്തിൽ ചെറുതായിട്ടൊരു തട്ടലോ അല്ലെങ്കിൽ ഒന്ന് തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അമിതമായിട്ടുള്ള വേദന ഉണ്ടാകുന്നു. പിന്നെ സന്ധികളിൽ വേദന, അസ്ഥികളിൽ വേദന, സ്റ്റെപ്സ് കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എഴുന്നേൽക്കാനുള്ള പ്രയാസം. അപ്പോൾ തുടയിലെ മാംസപേശികളിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വശത്തേക്ക് വേച്ച് പോവുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത് കൂടുതലായിട്ടും പ്രായമായിട്ടുള്ള ആൾക്കാരിലും ചെറുപ്പക്കാരിലുമാണ് ഇത് കാണുന്നത്, ഈ ലക്ഷണങ്ങൾ കാണുന്നത്. പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, വിഷാദം, മൂഡ് വ്യത്യാസങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന അണുബാധ, അതായത് ചുമ, ജലദോഷം, പിന്നെ രക്തസമ്മർദ്ദം, പ്രമേഹം, നെഞ്ചുവേദന, മുടി കൊഴിച്ചിൽ,
ഇതൊക്കെയാണ്. പിന്നെ വന്ധ്യത, ഇതൊക്കെ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ. മുതിർന്ന ആൾക്കാരിൽ വൈറ്റമിൻ ഡിയുടെ അളവ് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി കുറയുമ്പോൾ കാൽഷ്യത്തിൻ്റെ അളവും രക്തത്തിൽ കുറയുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു ലക്ഷണം കാലിലെ വേദനയാണ്. അവർക്ക് വൈറ്റമിൻ ഡി ഒരുപാട് കുറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ്. അതെങ്ങനെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചാങ്കൂട് മുകളിലേക്ക് ഇങ്ങനെ മുന്നോട്ട് തള്ളി വരുന്ന അവസ്ഥ, കാലിൽ അവർ നിൽക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാലിൽ എല്ലുകൾ ഒരു വളവുണ്ടാവും, പിന്നെ ഉയരക്കുറവ്. ഇത്രയാണ് കുഞ്ഞുങ്ങളിൽ കാണുന്നത്. നവജാത ശിശുക്കളിൽ വൈറ്റമിൻ ഡി കുറവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ശ്വാസം മുട്ട്, പിന്നെ അപസ്മാരം എന്നിവയാണ്. അത് നവജാത ശിശുക്കളിൽ വൈറ്റമിൻ ഡി കുറയാൻ കാര്യം അവരുടെ അമ്മമാരിൽ വൈറ്റമിൻ ഡി കുറവുള്ളത് കൊണ്ടാണ്. വൈറ്റമിൻ ഡി കുറയുമ്പോൾ കാൽഷ്യം കുറയുന്നു, അതുകൊണ്ടാണ് ശ്വാസം മുട്ട്, അപസ്മാരം എന്നിവ ഉണ്ടാവുന്നത്. പിന്നെ വൈറ്റമിൻ ഡി നമുക്ക് എങ്ങനെ പരിശോധിച്ചറിയാൻ പറ്റും? അതിന് പ്രധാനമായിട്ടും ഒരു രക്തപരിശോധനയാണുള്ളത്. 25 ഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ എന്ന് പറയുന്ന രക്തപരിശോധന 800 രൂപ മുതൽ 1200 രൂപ വരെയാണ് അതിൻ്റെ ചിലവ് വരുന്നത്. ഇത് കൂടാതെ തന്നെ കാൽഷ്യം, ഫോസ്ഫേറ്റ്, കരളിൻ്റെ വൃക്കയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ടെസ്റ്റുകളൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. കാരണം ഈ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാക്കും. ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് എങ്ങനെ പരിഹരിക്കുക, അതിൻ്റെ ചികിത്സയെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും വെയിൽ കൊള്ളുക. രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള വെയിലാണ് കൊള്ളേണ്ടത്. അതിനകത്ത് അൾട്രാ വയലറ്റ് ബി രശ്മികളുണ്ട്. ഈ രശ്മികൾക്ക് മാത്രമേ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ളൂ. അപ്പോൾ കയ്യിൽ, കാലിൽ, മുഖത്തിൽ വെയിൽ കൊള്ളുന്ന രീതിയിൽ വേണം കൊള്ളാൻ. ആഴ്ചയിൽ 2-3 ദിവസം അരമണിക്കൂർ വെച്ച്, അതല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ച് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ആഴ്ചയിൽ മിനിമം 5 ദിവസം വെയിൽ കൊള്ളുക. പിന്നെ രണ്ടാമത് വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. 3 ഇത് 2 ചെയ്തിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ആണ്. അത് ടാബ്ലറ്റ്സ് ആയിട്ട്, ക്യാപ്സ്യൂളായിട്ട്, ഇഞ്ചെക്ഷൻസ്, പൗഡർ ഫോമിലൊക്കെ ലഭ്യമാണ്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടക്കത്തിൽ ഒരു ഉയർന്ന ഡോസിലായിരിക്കും തുടങ്ങുന്നത്. പിന്നീട് പതിയെ രക്തപരിശോധന നടത്തിയതിന് ശേഷം ചെറിയ ഡോസിലോട്ട് പോകുന്നതാണ്. വൈറ്റമിൻ ഡി നോർമലായാലും കുറച്ച് നാൾ കൂടെ ചികിത്സ തുടരേണ്ടതുണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ്. സാധാരണ കോളികാൽസിഫെറോൾ ഒരു 60,000 യൂണിറ്റ്, ഇൻ്റർനാഷണൽ യൂണിറ്റ് ആഴ്ചയിലൊരിക്കൽ 6 ആഴ്ചയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ചയിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം 2 ആഴ്ചയിലൊരിക്കലായിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് മാസത്തിലൊരിക്കലായിട്ടും തുടർന്ന് ചികിത്സ ചെയ്യുന്നുണ്ട്. പിന്നെ ദഹനേന്ദ്രിയോ അല്ലെങ്കിൽ കരൾ, വൃക്ക എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതും കൂടെ പരിഹരിച്ചാൽ മാത്രമേ വൈറ്റമിൻ D3യുടെ കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വൈറ്റമിനാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി അതിൻ്റെ കുറവ് വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ബ്ലഡ് ടെസ്റ്റ്, ചികിത്സയൊക്കെ പിന്തുടരുക. എങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും.